എന്തോ ഈ പരിശ്രമം പ്രഭു. താരകാസുരന്റെ അക്രമം അസഹ്യമായി കഴിഞ്ഞു. വരബലവാനായ അസുരനിൽ നിന്നും ദേവലോകത്തെ രക്ഷിക്കാൻ ആരുമില്ല പ്രഭു. എന്ത് അത്രയ്ക്ക് അഹങ്കാരിയോ അവൻ? നാം തന്നെ അവസാനിപ്പിക്കുന്നു. അഗ്നിദേവ, ആ തേജപ്പുഞ്ചം ശരവണപ്പൊയ്കയും നിക്ഷേപിക്കും. ദേവലോകം രക്ഷപ്പെട്ടു. അസുരവർഗത്തിന്റെ അഹങ്കാരം അവസാനിച്ച മഹാഭാഗ്യം. സർവരക്ഷകനായ സാക്ഷാൽ സുബ്രഹ്മണ്യൻ ദൈവാവതാരം ചെയ്യുകയും ഈ ശിശുക്കളെ താഴെത്തിപ്പോയിക്കുക. പിന്നവർ നാട്ടിലെ താരകത്വം കൂടിയത് തന്നെ വേണം. കൃത്യമാണ്. മറ്റാർക്ക് ലഭിക്കാത്ത മഹാഭാഗ്യം നിങ്ങൾക്ക് കൈവരിച്ചു. സമസ്ത ലോകങ്ങളുടെയും പുണ്യപരിഭാഗമായി പറഞ്ഞ ശിവകുമാരനെ പലപ്പോൾ പോയി. ശത്രുവും കൈക്കൊണ്ട ശിവശക്തി കമ്മിയുടെ ഫലമാണ് ഈ കുമാരൻ. ദേവിക്കവൻ സ്കന്ദൻ, നമുക്ക് ഗുഹൻ. ഈ കൃത്തികൾക്ക് കാർത്തികേയൻ, ദൈവയ്ക്ക് കുമാരൻ, അഗ്നിക്ക് മഹാസേനൻ, ശരവണത്തിൽ പെടുന്നതിനാൽ ശരവണൻ. മഹായോഗിയായ ഈ കുമാരന്റെ വീരകൃത്യങ്ങൾ കാണുവാൻ പ്രപഞ്ചം അക്ഷമമായി കാത്തു നിൽക്കുകയാണ്. മടിക്കാതെ മകന് മാറോടണച്ച് ചൈതന്യാമൃതം പകർന്നുകൊടുക്കും. षड्भुजं किरीटिनं लोलरत्नकुण्डलप्रभाभिरामषण्मुखं शूलशक्तिदण्डकुक्कुटाक्षमालिकाधरं बालमेश्वरं कुमारशैलवासिनं भजे। शदाननं कुङ्कुमरक्तवर्णं महामतिं दिव्यमयूरवाहनं रुद्रस्य सुरसैन्यनाथं गुहं सदा शरणं
चित्तगेहं महीदेवदेवं महावेदभावं महादेवबालं भजे लोकपालम्. ശിവകുടുംബത്തിൽ ഒരു ദിവസം അവിചാരിതമായ ചില സംഭവങ്ങൾ അരങ്ങേറി. വന്ദന മഹാദേവ. ഒന്നാലും ബ്രഹ്മസിനാണ് നമുക്കൊരു വിശുദ്ധമായ മാമ്പഴം കിട്ടി. ആ അവിടത്തേക്ക് സമർപ്പിച്ച് തൊഴുതു പോകുവാനാണ് ഈയുള്ളവർ ഇവിടെ എത്തിയത്. സ്വീകരിച്ചാൽ മഹാദേവ. തന്നാലും നാരദരെ. നാരായണ നാരായണ. ഇതെന്ത് വേഷം? വെറും നിസ്സാര കാര്യത്തിന് ഇത്ര വൈരാഗ്യം വന്നാലും വാശി വെളിയിൽ വരും. മകൻ എന്താ ഈ മൗനം? ഞങ്ങൾ വെളിയിൽ പോരാൻ തക്കവണ്ണം എന്തുണ്ടായി പറയും. അമ്മയോട് പോലും വെറുപ്പാണ്. കണ്ട ഒരു പഴത്തിന്റെ പേര് ഇങ്ങനെ വാശി പിടിക്കുന്നത് ശരിയാണ്. നിർബന്ധങ്ങളിൽ കൂടെ വരും. എന്നെ മറന്നല്ലേ ആ പഴം ജ്യേഷ്ഠനോട്
മകനെ, മഹാജ്ഞാനിയായ നീ ഇങ്ങനെ പറയാം. നിന്റെ മാതാപിതാക്കൾ ലോകം മുഴുവൻ നിറഞ്ഞിരിക്കുന്നുവെന്നല്ലേ ഗണപതി തെളിയിച്ചത്? അത് തെറ്റാണ്. ആ മഹാതത്വം അംഗീകരിക്കാൻ നോക്കൂ മകൻ. സാധ്യം വരും, കൂടെ വരും. ഇല്ല, ഞാൻ വരില്ല. വരികെ എല്ലാം ഉപേക്ഷിച്ച് ഇവിടെ നിൽക്കാനാണോ ഭാവം? അതെ. ഭേഷ്, ദേവസേനാപതിയായി അസുരനിഗ്രഹം ചെയ്യേണ്ട നീ ഈ പണ്ടാരവേഷത്തിൽ പാറപ്പുറത്ത് കഴിഞ്ഞാൽ അങ്ങനെയാണ്. ഇന്ദ്രാദി ദേവന് നെടുനാളായി അനുഭവിക്കുന്ന നരകയാതനയ്ക്ക് അറിവ് വരുത്തുവാനല്ലേ നീ അവതരിച്ചത്? അമരരക്ഷകനായ നീ ആയുധം ഉപേക്ഷിച്ച് ആന്റിയായി മാറുന്നത് എന്ത് വിധിക്കും? നീ ആരെന്നും നിന്റെ ധർമ്മമെന്തെന്നും ആലോചിക്കും. മഹായോഗിയായി നിന്നോട് അത് ഉപദേശിക്കേണ്ട കാര്യമുണ്ട്. മൗഖ്യം മതിയാക്കി കൂടെ വരും. സ്വധർമ്മം അനുഷ്ഠിക്കാൻ തയ്യാറാണ്. മരിക്കേണ്ട വരും. പഴനിമലയിൽ നിന്ന് തിരികെ കൊണ്ടുവന്ന ശ്രീ മുരുകനെ ദേവസൈന്യത്തിന്റെ നായകനായി ദേവലോകം അവരോധിക്കുന്നു. എത്ര നാളായി ഞങ്ങൾ ഈ കൊടിയ അവമാനം കഴിച്ചു കഴിയും. താരാത്തിന്റെ അക്രമം അത്യുന്നതായി കഴിഞ്ഞിരിക്കുന്നു പ്രഭു. ദേവന്മാർ മാത്രമല്ല, ഋഷികളും താരകാസുരനെയും അസുരങ്ങളെയും ഭയത്ത് കഴിയുകയാണ്. അത് നാം അറിയുന്നുണ്ട്. താരകാസുര നിഗ്രഹത്തിനായി കുമാരനെ നാം ഉടനെ നിയോഗിക്കുന്നതാണ്. കുമാരൻ, നിന്റെ കർത്തവ്യം നിറവേറ്റുവാനുള്ള സമയം. ദേവസേനാപതിയായി താരകാസുര സംഹാരത്തിന് പുറപ്പെട്ടു. അവിടുത്തെ കൽപ്പന പോലെ എന്നെ അനുഗ്രഹിച്ചാലും മകനെ, എന്റെ ശക്തി ആവാഹിക്കുകയെ ശത്രു നിഗ്രഹത്തിന് ഉടലെത്തി. അമ്മേ, വിജയത്തിനായി എന്നെ അനുഗ്രഹിച്ചാലും വിജയീഭവ. അച്ഛാ, ശക്തിധര, നിനക്ക് പരാജയമില്ല. ദേവേന്ദ്രൻ വമ്പിച്ച സേനയുമായി യുദ്ധത്തിലായിരുന്നു. എന്ത്? നമ്മെ ഭയം ഒളിച്ചിരുന്നവൻ പുറത്തു വന്നു. അവന്റെ അവസ്ഥാനമെടുത്തു നമ്മുടെ സേന ഉടൻ പഴഞ്ഞു പുറപ്പെടട്ടെ. സംഗമത്തിന്റെ ലക്ഷ്യം പൂർത്തിയാകുന്ന ലോകമുഹൂർത്തം താരകാസുര നിഗ്രഹം. ശത്രുവിന്റെ ദർശനത്തിൽ കോപാവേശം കൊണ്ട എന്റെ മനസ്സ് ആരോഗ്യവർക്കും വാങ്ങും. എന്താണ് പറയൂ? ദർശനമന്ത്രി എന്നെ പരവശനാക്കുന്ന അങ്ങ് ആര്? പാൽമണം മാറാത്ത പിഞ്ചു പൈതലിനോട് പോരാടുക നമുക്ക് അന്വേഷണമാക്കി. ഈ ചെറുപ്രായത്തിൽ ഓർക്കത്തിലെ കുമാരനെ പറഞ്ഞത് ആര്? എന്ത്? പരമേശ്വരൻ? അപ്പോൾ ശിവസുതനാണ് കുമാരൻ അല്ലേ? അതെ, നിന്നെ സംസാരിക്കാൻ വന്ന സുബ്രഹ്മണ്യൻ. കുമാരൻ, അങ്ങയുടെ പിതാവിനെ അകവഴി ആരാധിക്കുന്നവരാണ് ഞാൻ. വരവരുത്താൻ അജയ്യനായി ഞാൻ ദേവലോകം തിരിച്ചറിഞ്ഞ് പരമേശ്വരനോ പുത്രനോ പോരിന് പുറപ്പെടേണ്ട കാര്യമില്ല. മടങ്ങിപ്പോകും. ഇല്ല, നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയാണ് വരം തന്നത്, ദേവലോകം പിടിച്ചടക്കാനല്ല. കുമാരൻ, എന്തിനീ സാഹസത്തിൽ നാം തമ്മിൽ യാതൊരു ശത്രുതയും വരും. നമ്മുടെ സർക്കാരെ വരെ കുറിച്ചിട്ട് മടങ്ങിപ്പോകും. ദേവേന്ദ്രനാഥൻ വന്നവനാണ് ഞാൻ. അത് സാധിക്കാതെ മടങ്ങിയില്ല. യുദ്ധത്തിന് തയ്യാറാകും. കുമാരൻ, യുദ്ധത്തിന്റെ ഭയങ്കര തന്നാൽ ഈ പിഞ്ച് ശരീരത്തിന് കെൽപ്പുണ്ടാകും. വൈഷ്ണവചക്രം പോലും ഈ താരകാസിന് ആഭരണമായിട്ടുള്ള കഥയറിഞ്ഞിട്ടുണ്ട്. ഇന്ദ്രാദി ദേവനും ഇവന്റെ പേര് കെട്ടാൻ ഞാൻ പരിശ്രമിച്ച് പരക്കം പായുകയാണ്. പിന്നെ പിറ്റവച്ച് നടക്കുന്ന പിഞ്ചുവൈതലായ കുമാരൻ. വേണ്ട കുമാര, വേണ്ട. ഈ പൂവൽപേരിയിൽ മുറിവെക്കാൻ ഇടയാകാം. മാതാവിന്റെ വഴിയിലേക്ക് മടങ്ങിപ്പോകും. എന്തും മരിക്കാൻ ഇത്ര ധൃതിയായി നമ്മെ കൊല്ലണം. എന്നാൽ അതൊന്ന് കാണിക്കും. തടുത്തോളൂ.